തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറും ബി.ജെ.പി. നേതാവ് കൂടിയായ സുഗതൻ കാപ്പ കേസിൽ അകത്ത് കിടക്കുമ്പോൾ അവധി അനുവദിച്ചത് ഗുരുതരമായ കുറ്റമാണ്. ജയിലിൽ ശമ്പളവും സൗകര്യവും വർദ്ധിപ്പിച്ച സർക്കാർ കേരളത്തിന്റെ ഭരണത്തിൽ നിന്നും മാറിയിട്ടും ആനുകൂല്യങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പഴയ ഭരണത്തിലെ പുഴുക്കുത്തുകളായ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോഴും കേരളം ഭരിക്കുന്നതെന്ന് വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. അത് പുതിയ സതീശൻ സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും വലിയ നാണക്കേട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആദ്യം ക്രിമിനലുകളെ മാത്രമല്ല അവരെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരെയും പൂട്ടാനാണ് സർക്കാരിന്റെ തീരുമാനം. ഒരു മന്ത്രിയെയും ഒരു വകുപ്പിനെയും മാത്രമല്ല രണ്ട് പ്രമുഖ മന്ത്രിമാരെയും ആ വകുപ്പുകളെയുമാണ് പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്ക് പുറമെ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിക്കെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. ആഭ്യന്തര വകുപ്പിൽ നിന്നും ഉത്തരവിറക്കിയ അണ്ടർ സെക്രട്ടറി നമിതക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്ര പി അരുണമിക്കെതിരെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ വകുപ്പും അറിയാതെ കാപ്പ കേസ് പ്രതി സുഗതന് 6 മാസത്തേക്ക് അവധി അനുവദിച്ചത് നമിതയാണ്. അതിനുശേഷവും ക്രിമിനലുകളുമായുള്ള ചങ്ങാത്തം ഉദ്യോഗസ്ഥന്മാർ അവസാനിപ്പിക്കില്ലെന്ന സൂചന നൽകിയത്. തദ്ദേശ വകുപ്പ് മന്ത്രി കെ.എം. ഷാജിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായാണ് ഉദ്യോഗസ്ഥ ഉത്തരവിറക്കിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്രിമിനലുകൾക്ക് പരവതാനി വിരിക്കാൻ തയ്യാറായി വനിതാ ഉദ്യോഗസ്ഥന്മാർ തന്നെ രംഗത്ത് വരുന്നത് പുതിയ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഇനി അത് വെച്ചു പുറപ്പിക്കാൻ കഴിയില്ലെന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രഗത്ഭരായ 2 മന്ത്രിമാർ രമേശ് ചെന്നിത്തലയും കെ.എം. ഷാജിയുമാണ് ഉദ്യോഗസ്ഥന്മാർ നാണം കെടുത്തി വിട്ടത്. ജയിലിൽ കഴിയുന്ന കാപ്പ കേസിൽ പ്രതി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ സുഗതന് അനുകൂലമായി തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി റിപ്പോർട്ട് നൽകിയത് ഞെട്ടിക്കുന്ന തീരുമാനമാണെന്ന് പറഞ്ഞ മന്ത്രി കെ.എം. ഷാജി പിന്നിൽ അട്ടിമറി നടന്നു എന്നുകൂടിയാണ് സംശയിക്കുന്നത്. അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് അണ്ടർ സെക്രട്ടറിക്കെതിരെ തീരുമാനമെടുത്തത്. അങ്ങനെ തദ്ദേശ വകുപ്പിന്റെ ഒരു പേപ്പറിന്റെ ബലത്തിൽ ഒരു ക്രിമിനൽ രക്ഷപ്പെടുന്നത് അപകടമാണെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. മന്ത്രിയുടെ വാക്കുകളും അണ്ടർ സെക്രട്ടറിയുടെ തീരുമാനവും കണ്ടാൽ ആരും ഞെട്ടിപ്പോകും. അതായത് സുഗതന്റെ ഫയൽ തന്റെ മുന്നിൽ വന്നിരുന്നുവെന്നും ഒരു കാരണവശാലും ഒരു ആനുകൂല്യവും നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞതാണ് താൻ ഫയൽ തിരിച്ചയച്ചതെന്നും ഒരു മന്ത്രി പറയുമ്പോൾ അതിലാണ് വീണ്ടും അൺഒഫീഷ്യൽ നോട്ട് എഴുതിയത് എന്നോർക്കണം. അത് ഈ സർക്കാരിനെ ഇല്ലാതാക്കാനുള്ള തീരുമാനമാണ്. മന്ത്രിക്ക് മുകളിൽ ഒരു മന്ത്രി വന്നിരിക്കുകയാണ്. അതിന് പിന്നിലുള്ള താല്പര്യവും രാഷ്ട്രീയവും പരിശോധിക്കുമെന്നും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള അന്വേഷണത്തിനുള്ള നടപടികൾ എല്ലാം തുടങ്ങിയതായും മന്ത്രി കെ.എം. ഷാജി വ്യക്തമാക്കിയിട്ടുണ്ട്. ആർ സുഗതന്റെ അവധിയിൽ അനുകൂലമായി റിപ്പോർട്ട് നൽകിയത് ആദ്യം ആഭ്യന്തരമന്ത്രിയുടെയും പിന്നീട് മന്ത്രി കെ.എം. ഷാജിയുടെയും നിർദ്ദേശം മറികടന്നെന്ന നിയമലംഘനത്തിന് അതിശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ഇപ്പോഴും ഭരണത്തിൽ തോന്നിയാസങ്ങളും വിളയാട്ടങ്ങളും നടത്തുന്ന പുഴുക്കുത്തുകൾ അടിച്ചൊതുക്കാൻ തന്നെയാണ് UDF സർക്കാരിന്റെ തീരുമാനം. ഇത് ഭരണത്തിനുള്ളിലെ UDF വിരുദ്ധ പുഴുക്കുത്തുകൾക്ക് ആഗമനം നൽകുന്ന താക്കീതായിരിക്കും.